ഹലോ നമസ്കാരം. അങ്ങനെ ഒടുവിൽ ഗതികെട്ട് ഒരാൾ പ്രതികരിച്ചു. ഇതോ സലീം കുമാറിൻ്റെ മകൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മുൻപ് മരിച്ചിട്ടുള്ള ഇതുപോലെ മരണപ്പെട്ടുമൊക്കെ അവസാന ചടങ്ങുകൾക്കിടയിൽ ഈ തിക്കി ഞെരിഞ്ഞു വരുന്ന ഓൺലൈൻ മീഡിയകളുടെ ഒക്കെ വൃത്തികേടുകൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒടുവിൽ ശ്രീനിവാസൻ മരിച്ചപ്പോൾ പോലും അവർ അതിൻ്റെ ഭീകരാവസ്ഥയിൽ അത് കാണിക്കുകയും ചെയ്തു. ഒരു കോമൺ സെൻസും ഇല്ലാതെ അവനവൻ്റെ ചാനലിന് എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് കിട്ടുക എന്നതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് അവിടെ ആ മരണപ്പെട്ടത് അവിടെ നിൽക്കുന്ന ഒരാളുടെ ഭാര്യയാവാം, അല്ലെങ്കിൽ അച്ഛനാവാം, അമ്മയാവാം, ആരുമാകട്ടെ, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാകാതെ സെലിബ്രിറ്റികൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടിച്ചു കയറുന്നത് ഒന്ന് ആലോചിച്ച് തോന്നണം. എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു ബോധമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ എന്തായി? ഒടുവിൽ അയാൾ പ്രതികരിക്കേണ്ടി വന്നു. അയാളുടെ അച്ഛനാണ് പോയിട്ടുള്ളത്. അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതേ, സെലിബ്രിറ്റിയാണ്, ലോകമറിയുന്ന ആളുകൾക്ക് തന്നെയാണ്, തിരക്കുകളുണ്ടാവും. പക്ഷെ വരുന്ന ഓൺലൈൻ മീഡിയക്കാർക്ക് കുറച്ച് കോമൺ സെൻസ് എന്ന സാധനം വേണം സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ കയറാൻ പാടില്ല എന്നുള്ള ഓരോ ബോർഡുകളും ഉടനെ തന്നെ ഇനിയുള്ള മരണ വീട്ടുകളിലൊക്കെ ഉണ്ടാവും. ഓൺലൈൻ മീഡിയക്കാരെ ഇനി ഇങ്ങോട്ട് വരരുത്, താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളെല്ലാം ഇടപെടേണ്ട ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ മരണ വീടുകളെ കൊണ്ടെത്തിക്കും. ഒരു ബോധമുണ്ടാവണം, ഒരു രംഗബോധമുണ്ടാവണം. അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകൾ ഇനിയും തുടരുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനടൻ മരിച്ചപ്പോഴും ഇതിൽ കൂടുതൽ വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടിയത്. ഇപ്പോൾ സലീം കുമാറിൻ്റെ ഈ കാണുന്ന ഫോട്ടോയിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ പിറകിൽ കൂടി നിൽക്കുന്ന എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പോൾ കുറച്ചുകൂടി രംഗബോധം ഉണ്ടാവാൻ, ബുദ്ധി ഉണ്ടാവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഓൺലൈൻ മീഡിയ കുട്ടന്മാരോടാണ് പറയുന്നത്. നിങ്ങളൊരു വടിക്കമ്പുമ്പോൾ ഒരു മൊബൈൽ കുത്തിപ്പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ തിക്കും തിരികി 10-15 ആളൊന്നും അല്ല വരുന്നത്. എണ്ണിയാൽ തീരാത്ത ആളുകളാണ് നിങ്ങൾ കുത്തിപ്പിടിച്ചു വരുന്നത്. അവിടെയുള്ളവർക്ക് ശ്വാസം വിട്ട് അവരുടെ മരണാന്തര ചടങ്ങുകൾ ചെയ്യണ്ടേ? അവരുടെ സങ്കടങ്ങൾ കാണിക്കണ്ടേ? അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ആര് മനസ്സിലാക്കാൻ? ഞമ്മക്കും വേണം റീച്ച്. എന്താ, ശരിയല്ലേ?